ഇനി നിങ്ങൾ അലോട്ട്മെന്റിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രധാനപ്പെട്ട അടുത്തൊരു സംശയം, രണ്ട് ജില്ലയിൽപ്പെട്ട ആളുകൾ, അതായത് കോഴിക്കോടും മലപ്പുറം ജില്ലയിൽ താമസിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ബോർഡേഴ്സിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ. അപ്പൊ അവർക്ക് രണ്ട് സ്ഥലത്ത് സ്കൂളിലും അഡ്മിഷൻ കൊടുക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് സംശയമുണ്ടോ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി, അലോട്ട്മെന്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ രണ്ട് ജില്ലയിലും സെപ്പറേറ്റ് ആയിട്ട് അലോട്ട്മെന്റ് രജിസ്റ്റർ ചെയ്യാന്നുള്ള. അതായത് നിങ്ങൾ അലോട്ട്മെന്റ് പ്രോസസ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ ജില്ല സെലക്ട് ചെയ്യാൻ കാണിക്കുക. ആദ്യം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ഡിസ്ട്രിക്ട് ആയിരിക്കും. ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുന്നു, നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്ത ഒരു പുതിയ രജിസ്ട്രേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അതിൽ ജില്ല നിങ്ങൾ എന്ത് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കോഴിക്കോട്, ഞാൻ എക്സാമ്പിൾ രാമനാട്ടുകര എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കോഴിക്കോട്. അത് മലപ്പുറത്തിന്റെയും അതുപോലെ തന്നെ കോഴിക്കോട് ഒരു ബോർഡർ സ്ഥലം. അപ്പോൾ അവിടെ പഠിക്കുന്ന കുട്ടികൾ ചിലപ്പോൾ മലപ്പുറം ജില്ലേന്റെ പരിധിയിൽ വരുന്ന സ്കൂളിൽ പോകേണ്ടി വരും, ചിലപ്പോൾ കോഴിക്കോട് ജില്ലേന്റെ പരിധി വരുന്ന സ്കൂളായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, രണ്ട് ജില്ലക്കും നിങ്ങൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടിലും രണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല എനിക്ക് തോന്നുന്നു. അങ്ങനെ എങ്കിലും രണ്ട് രജിസ്ട്രേഷൻ നടത്തുമ്പോൾ രണ്ട് മൊബൈൽ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്തു, രജിസ്റ്റർ ചെയ്തോളൂ. ബാക്കി നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതേപോലെ കൊടുത്താൽ മതി. നിങ്ങൾക്ക് എത്ര ജില്ലയിൽ വേണമെങ്കിലും ഇതേപോലെ കൊടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പോൾ ഇങ്ങനത്തെ ആളുകൾ എന്ത് ചെയ്യുക, ഈ രണ്ട് ജില്ലയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അലോട്ട്മെന്റ് പ്രോസസ് കൊടുക്കുക. കാരണം ജില്ലാ അടിസ്ഥാനത്തിലാണ് സ്കൂളുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യാണ്ടാവുക. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, രണ്ട് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അലോട്ട്മെന്റ് പ്രോസസ്സിൽ രജിസ്റ്റർ ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളെ സംശയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ, രജിസ്റ്റർ ചെയ്യുന്ന സമയത്തുള്ള സംശയങ്ങൾ, ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നായി നമുക്ക് ക്ലിയർ ചെയ്തു. ഓക്കെ. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാൻ മറക്കേണ്ട. താഴെ കമന്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ +1 അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് കിട്ടുന്ന ചാനലാണ്, ജോയിൻ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്ത് കിട്ടട്ടെ. അപ്പോൾ എന്ത് ചെയ്യുക, നല്ല വൃത്തിക്ക് തെറ്റൊന്നും കൂടാതെ അലോട്ട്മെന്റ് പ്രോസസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം.